അങ്ങനെ ലോക 2020 വേൾഡ് കപ്പ് ക്രിക്കറ്റിന്റെ ഫൈനലിലേക്ക് അഫ്ഗാനിസ്ഥാനെ തോൽപ്പിച്ച് സൗത്ത് ആഫ്രിക്ക കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം സെമി ഫൈനലിലെ വിജയികൾ സൗത്ത് ആഫ്രിക്കയെ ഫൈനലിൽ നേരിടും. അഫ്ഗാനിസ്ഥാനുമായി നടന്ന ആദ്യ സെമി ഫൈനൽ മത്സരത്തിൽ രാജകീയമായ വിജയമാണ് സൗത്ത് ആഫ്രിക്ക സ്വന്തമാക്കിയത്. വെറും 56 റൺസിനാണ് അഫ്ഗാനിസ്ഥാൻ നിരയെ സൗത്ത് ആഫ്രിക്ക വരിഞ്ഞു മുറുക്കിയത്. അഫ്ഗാനിസ്ഥാൻ നിരയിൽ രണ്ടക്കം കാണാനായത് ഒരാൾക്ക് മാത്രമാണ്. സൗത്ത് ആഫ്രിക്കൻ നിരയിൽ മാർക്കോ ജാൻസനും ഷംസിയും 3 വിക്കറ്റുകൾ വീതം വീഴ്ത്തി. റബാദയും നോർജയും 2 വിക്കറ്റുകൾ വീതം വീഴ്ത്തിയതോടെ അഫ്ഗാനിസ്ഥാന്റെ ബാറ്റിംഗ് പ്രകടനം അവസാനിച്ചു. അങ്ങനെ 11.5 ഓവറിൽ 56 റൺസിന് അഫ്ഗാനിസ്ഥാൻ സൗത്ത് ആഫ്രിക്കയുടെ മുന്നിൽ അടിയറവ് പറഞ്ഞു. എന്നാൽ അഫ്ഗാനിസ്ഥാനും പ്രകടനം മോശമാക്കിയില്ല. ഒന്ന് പൊരുതി നോക്കി വിറപ്പിച്ചിട്ട് തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ സൗത്ത് ആഫ്രിക്കയുടെ മുന്നിൽ കീഴടങ്ങിയത്. അങ്ങനെ 9 വിക്കറ്റുകളും 67 ബോളും ബാക്കി നിൽക്കെ സൗത്ത് ആഫ്രിക്ക വിജയം കാണുകയും ചെയ്തു. തല ഉയർത്തി തന്നെ മടങ്ങാം അഫ്ഗാനിസ്ഥാൻ പടയ്ക്ക് നാട്ടിലേക്ക്. ഗ്രൂപ്പ് ഘട്ടം പോലും കടക്കില്ല എന്ന് പറഞ്ഞവരുടെ മുഖത്തേക്കുള്ള മറുപടിയാണ് അഫ്ഗാനിസ്ഥാന്റെ ഈ പ്രകടനം. കരുത്തരായ ന്യൂസിലാൻഡിനെയും ഓസ്ട്രേലിയയും ബംഗ്ലാദേശിനെയും ഒക്കെ തറ പറ്റിച്ചാണ് അഫ്ഗാനിസ്ഥാന്റെ പുലിക്കുട്ടികൾ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയത്. എന്നാൽ സെമി ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് മുന്നിൽ അഫ്ഗാനിസ്ഥാന് കാലിടറി എന്നേ പറയാൻ സാധിക്കൂ. സെമി ഫൈനലിൽ കാലിടറി തോറ്റുപോയെങ്കിലും നിങ്ങൾ ജയിച്ചു തന്നെയാണ് ഈ മണ്ണിൽ നിന്നും മടങ്ങുന്നത്. 1996 ശ്രീലങ്ക ലോകകപ്പ് നേടുന്നത് വരെ അവരെയും നമ്മൾ നോക്കിക്കണ്ടിരുന്നത് ഇങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ അതിനുശേഷം 15 വർഷം ശ്രീലങ്ക ഡോമിനേറ്റ് ചെയ്ത രീതി 90 കിഡ്സിന് ഇപ്പോഴും മറക്കാൻ കഴിയുകയില്ല. എന്നാൽ ഇവരുടെ വളർച്ച നമ്മുടെ എല്ലാം കണ്ണിന് മുന്നിലൂടെയാണ്. എത്ര രസകരമായാണ് അവർ ആ ടീം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ബാറ്റിംഗ് ഓർഡർ പോലും അവർക്ക് ഇല്ല. ഒരു ഓപ്പണിംഗ് പ്ലെയർ ഒരു ലോകകപ്പ് മുഴുവൻ ഡോമിനേറ്റ് ചെയ്ത് കളിക്കുക, കാൽക്കുലേറ്റഡ് റിസ്ക് മാത്രം എടുക്കുക. മാഡ്നസ് ക്രിക്കറ്റിനേക്കാൾ കാൽക്കുലേറ്റഡ് ക്രിക്കറ്റ് കളിക്കുന്ന 2 22 വയസ്സുകാർ, ഗുർബാസ് ആൻഡ് ഇബ്രാഹിം സർദാൻ. ഓരോ ബോൾ കഴിയുമ്പോഴും പരസ്പരം കളിച്ച ബോളിന്റെ മെറിറ്റിനെ പറ്റി ചർച്ച ചെയ്യുന്നു. തങ്ങളിൽ ഒരാൾ ഔട്ടായാൽ മറ്റേയാൾ നങ്കൂരമിട്ട ഇന്നിങ്സ് ഫുള്ള് കളിക്കുക. തുടർന്ന് വരുന്നവർ ഒമർ സായി, കരീം ജനത്, നെയ്ം. അവർ ബാറ്റിംഗ് ഓൾറൗണ്ടേഴ്സ് ആണോ ബൗളിംഗ് ഓൾറൗണ്ടേഴ്സ് ആണോ എന്ന് അവർക്ക് പോലും അറിയില്ല. അവർക്ക് ലൈസൻസ് കിട്ടിയിരിക്കുന്നത് വരിക, അടിക്കുക, കിട്ടണത് കൊണ്ടുവരിക എന്നതാണ്. നബിയും റാഷിദ് ഖാനും ലോ ഓർഡറിൽ പാഡ് കെട്ടി കാത്തിരിക്കുമ്പോൾ മിഡ് ഓർഡറിലെ ഒരു കൊളാപ്സ് പോലും അവരെ ബാധിക്കുന്നില്ല. കിട്ടിയ റൺ എത്രയാണോ അത് വെച്ച് തന്നെ ബൗൾ ചെയ്യാൻ ഇറങ്ങുന്ന ഒരു ക്യാപ്റ്റന്റെ കോൺഫിഡൻസ് ആണ് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വൈവിധ്യമുള്ള ഒരു ബോളിംഗ് നിര. ആരെ കൊണ്ട് എറിയിച്ചാലും അവർ വിക്കറ്റ് എടുത്ത് തരും എന്ന വിശ്വാസം. ആർക്കൊക്കെ എത്ര ഓവർ ബാക്കിയുണ്ട് എന്ന് മറ്റ് ക്യാപ്റ്റന്മാർ ആകുലപ്പെടുന്നത് പോലെ ഒരു ടെൻഷനും അവരുടെ ക്യാപ്റ്റന് ഇല്ല. ഓരോ ബോളിലും കളിക്കാർക്ക് സപ്പോർട്ടുമായി ബൗണ്ടറി ലൈനിൽ കാത്തു നിൽക്കുന്ന കോച്ച് ട്രോട്ടും ബോളിംഗ് കോച്ച് DJയും. ഓരോ അഫ്ഗാനിസ്ഥാൻ കളിക്കാരും പ്രശംസ അർഹിക്കുന്നുണ്ട്. അവരുടെ കളിക്കാർ വെറും ഒരു ആൾക്കൂട്ടമല്ല. വർഷം മുഴുവൻ വിവിധ രാജ്യങ്ങൾ ട്രാവൽ ചെയ്ത വിവിധ ക്ലബിനു വേണ്ടി 2020 ലീഗുകൾ കളിക്കുന്ന, അതായത് ക്ലബിന്റെ മെയിൻ കളിക്കാരാണ് അവർ. അവരുടെ വീറും വാശിയും, തോൽക്കാതിരിക്കാനുള്ള ചങ്കൂറ്റം, വിജയിക്കാനുള്ള ആവേശവും എല്ലാം ഉരുക്ക് കോട്ട പോലെ ഓരോരുത്തരും ഉറച്ചു പോയിട്ടുണ്ട്. അനുഭവ സമ്പത്തിന്റെ കുറവ് ഇനി അവരുടെ മേൽ നമുക്ക് കെട്ടിവെക്കാനാവുകയുമില്ല. സ്വന്തമായി ക്രിക്കറ്റ് കളിക്കാൻ സ്റ്റേഡിയം പോലും ഇല്ലാതിരുന്ന അവർക്ക് സ്റ്റേഡിയവും കിറ്റും എല്ലാം നൽകി അവരെ ഈ നിലയിൽ എത്തിക്കാൻ മുൻകൈയെടുത്ത BCCIക്കും അഭിമാനിക്കാം അവരുടെ ഈ വളർച്ചയിൽ.